ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു മടിയൻ ഈവനിങ് വ്ലോഗ് കാണാം കേട്ടോ. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ചെയ്യുന്നതാണേ. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്നപ്പോഴാണ് കുറേ സാധനങ്ങളൊക്കെ തീർന്നു പോയെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു മിനി മാർക്കറ്റ് പോയി അത്യാവശ്യം വേണ്ട അരിയും മുട്ടയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് നൈസായിട്ടൊരു ചായ വെക്കാമെന്ന് വിചാരിച്ചു. മടിയായതുകൊണ്ട് തന്നെ ചായ അങ്ങ് ഉണ്ടാക്കുന്ന വരെ അവിടെ നിൽക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ചെറിയൊരു വട്ടയപ്പം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഫ്ലോപ്പായി കേട്ടോ. ഇഡ്ഡലിയുടെ രൂപത്തിലാണ് ഉണ്ടാക്കിയത്, പക്ഷെ ഫ്ലോപ്പായിരുന്നു. ഞാൻ തിരിഞ്ഞിങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചായ തിളച്ച് പോയി ഗൈസ്. എനിക്ക് ഇന്നും പണി കിട്ടാറുള്ളതാണ്. പിന്നെ ചായയും ഒരു പഴംപൊരിയൊക്കെ കഴിച്ചിരുന്ന് നമ്മുടെ സിനിമ കണ്ടു. നമ്മുടെ കണ്ണും കണ്ണും കൊള്ളയടിത്താൽ. സത്യം പറയാമല്ലോ, ഞാൻ ഇപ്പോഴാണ് ആ സിനിമ ഒന്ന് കാണുന്നത് കേട്ടോ. എനിക്ക് സിനിമയോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ മടി പിടിച്ചിരിക്കുന്ന ദിവസം ആയതുകൊണ്ട് എനിക്ക് സാധാരണ മടി പിടിച്ചിരിക്കുമ്പോൾ, ടെൻഷൻ അടിക്കുമ്പോൾ, സ്ട്രെസ്സ് വരുമ്പോഴൊക്കെ ഈ മുഖത്ത് എന്തെങ്കിലുമൊക്കെ വാരി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ട്, നമുക്കിപ്പോൾ ഒരു കാര്യത്തിലോട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കില്ല. അപ്പം ഞാൻ ഓടിപ്പോയിട്ട് മുഖത്ത് എന്തെങ്കിലും ഇടുമ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ എന്നും മുഖത്ത് എന്തെങ്കിലും ഇടുന്നുണ്ടല്ലോ, പക്ഷേ എൻ്റെ സ്കിൻ എന്നെ കെയർ ചെയ്യുന്നില്ലല്ലോ, എൻ്റെ മുഖം യാതൊരു വ്യത്യാസം ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പിന്നെ അതിലോട്ടാവും കോൺസെൻട്രേഷൻ. അങ്ങനെ എൻ്റെ ശരിക്കുമുള്ള ടെൻഷനും ഡിപ്രഷനും ഒക്കെ മാറാറുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ശരിക്കും എനിക്ക് എന്തോ ഒരു സൈക്കോ പ്രോബ്ലം ഉണ്ട് ഇതിൻ്റെ പുറകിൽ. ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് സ്കിൻ കെയർ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളാണ്, പക്ഷേ എൻ്റെ സ്കിൻ മാത്രം എന്നെ കെയർ ചെയ്യുന്നില്ല. ഫ്ലോപ്പാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മുടെ കുറച്ച് ഫേസ് പാക്കൊക്കെ എടുത്ത് വാരി പൊത്തി. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇവിടെ ഭയങ്കര വെളിച്ചം കുറവ്. എന്താണെന്ന് അറിയത്തില്ല. പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ വീടൊക്കെ കാണാൻ കൊള്ളാം, പക്ഷെ ഉള്ളിൽ മൊത്തം മറ്റേ പഴയ വീടുകളിൽ, ഞങ്ങളുടെ ഇടുക്കിയിലൊക്കെയുള്ള പഴയ വീട്ടിൽ, എൻ്റെ പഴയ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ. എന്തോ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആ ഒരു വെളിച്ചം കറക്റ്റായിട്ട് കിട്ടത്തില്ല. എന്താ എൻ്റെ പിന്നിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ റൂമിൽ ആക്ച്വലി 3 ട്യൂബുണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര ഇരുൾ തന്നെയാണ്. അപ്പോൾ ഞാൻ സാധാരണ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാറില്ല, മിക്കപ്പോഴും പുറത്ത് പോകുമ്പോഴാണ് എടുക്കുക. പിന്നെ ഓഫീസിലിരുന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിങ്ങനെ ലൈറ്റിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ചേട്ടായി താഴെ വന്നിട്ട് വിളിക്കുന്നത്. ഞാൻ ഇട്ട കോലത്തിൽ തന്നെ ഇറങ്ങി പോകട്ടോ, അവിടെ വേറെ ആൾക്കാരൊന്നും വരില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. പുള്ളീനെ കണ്ട വഴിക്ക്, പുള്ളി മടുത്തിട്ടാണ് നടന്നു വരുന്നത്. കണ്ട വഴിക്ക് ചോദിക്കുക ഇതെന്തുവാന്ന്. അപ്പോൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അവിടെ വരുന്ന പുള്ളി സിനിമ കാണുവാണ്. ഞാൻ ബാക്കി ഉണ്ടായിരുന്ന എല്ലാം മുഖത്ത് വാരി പൊത്തുന്നുണ്ട്. ഇതിനൊക്കെ ഇരുന്ന് തുടങ്ങും കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ മൈൻഡാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ പോവാണ്. സാധാരണ നമ്മുടെ ബ്യൂട്ടി വ്ലോഗേഴ്സ് കാണിക്കുന്ന പോലെ ഒന്നും എനിക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ ഐഫോണിൻ്റെ സ്ക്രീൻ കാർഡൊക്കെ കംപ്ലീറ്റ് പൊട്ടിയിരിക്കും. അതുകൊണ്ട് ഫ്രണ്ട് ക്യാമിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ക്ലിയർ ആവുന്നുമില്ല. ബാക്ക് ക്യാമിൽ വെക്കാനാണെങ്കിൽ എൻ്റെ ട്രൈപോഡ് നാശമായി. അപ്പോൾ പുതിയ ഒരെണ്ണം മേടിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താവും റിസൾട്ട് എന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ പോയി കഴുകി നോക്കുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ട് വീഡിയോയിലെങ്കിൽ ക്ഷമിക്കുക. ഐ എം നോട്ട് എ ബ്യൂട്ടി വ്ളോഗർ. ജസ്റ്റ് നമ്മൾ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇട്ട ഫേസ് പാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി.